ഈ ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മയെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ട് ബ്യൂറോ പറയുന്നുണ്ട്. പോലീസ് വാഹനത്തിലാണ് അമ്മയെ കൊണ്ടുപോയത്. അജീഷ് ജയകുമാർ ചേരുന്നു ബാലരാമപുരത്ത്. അജീഷ്, യഥാർത്ഥത്തിൽ ഈ അമ്മയെ അങ്ങോട്ട് മാറ്റുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം പോലീസുകാരുടെ മനസ്സിൽ? എസ് കെ എന്തായാലും അമ്മയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബന്ധുക്കൾ ആരും ഏറ്റെടുക്കാൻ വരാത്തത് കൊണ്ടാണ് പൂജപ്പുരയിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കുഞ്ഞിനെ സംസ്കരിച്ച വീടിൻ്റെ പരിസരത്ത് നാട്ടുകാരൊക്കെ തന്നെ വളരെ രോഷത്തോടെയാണ് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ ഇതുവരേക്കും ഈ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുള്ളതായിട്ട് ഒരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വിട്ടയച്ചതും. നിലവിൽ സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതു ഉള്ളത്. എന്തായാലും ഈ കേസിൽ ഇതുവരെ ഒരാൾ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് കുഞ്ഞിൻ്റെ അമ്മാവൻ ഹരികുമാറാണ്. എന്തായാലും നാടിനെ നടുക്കിയ, മനസാക്ഷിയെ മരവിപ്പിച്ച ഈ കൊലപാതകം നടന്ന് 14 മണിക്കൂർ പിന്നിടുന്നു. അതിൽ ഏറെക്കുറെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഉത്തരമായി കഴിഞ്ഞു. അതായത് ആര് കൊന്നു, അമ്മാവൻ ഹരികുമാർ കൊന്നു, എങ്ങനെ കൊന്നു, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു, എപ്പോൾ കൊന്നു, രാവിലെ 5:30-ക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്ത് കൊലപ്പെടുത്തി, എന്തിനു കൊന്നു എന്നുള്ള ചോദ്യത്തിനും ഏതാണ്ടൊരു ഉത്തരം പോലീസിനായി കഴിഞ്ഞു. അതായത് അമ്മയുമായുള്ള ചില വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ കുഞ്ഞിനോട് വൈരാഗ്യമുണ്ടാകുന്നു, അങ്ങനെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. അതിൽ പൂർണ്ണമായ ഒരു വ്യക്തത വരുത്താൻ പോലീസ് നാളെ ഒന്നുകൂടി ഹരികുമാറിനെ ചോദ്യം ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ തുടങ്ങിയ അന്വേഷണമായിരുന്നു. രാവിലെ 4 പേരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുഞ്ഞിന്റെ അച്ഛനെ ആദ്യം ചോദ്യം ചെയ്തു. അച്ഛന് പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും പങ്കില്ല എന്ന് പോലീസ് മനസ്സിലാക്കിയതോടെ സംശയമുന കുഞ്ഞിന്റെ അമ്മയിലേക്കും അമ്മാവനിലേക്കും മുത്തശ്ശിയിലേക്കും നീങ്ങുന്നു. അങ്ങനെ മുത്തശ്ശിയും വിശദമായി ചോദ്യം ചെയ്യുന്നു. മുത്തശ്ശിക്കും പങ്കില്ല എന്ന് മനസ്സിലായി. അതിനുശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാലരാമപുരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരെ രണ്ടുപേരെയും വിട്ടയച്ചത്. ഇവർ രണ്ടുപേരെയും പൂർണ്ണമായിട്ട്, അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നൊരു നിർദ്ദേശത്തോടെയാണ് ഇവരെ രണ്ടുപേരെയും വിട്ടയച്ചത്. പിന്നീട് അവശേഷിച്ചത് കുഞ്ഞിന്റെ അമ്മയും അതേപോലെ തന്നെ അമ്മാവൻ ഹരികുമാറുമായിരുന്നു. രണ്ടുപേരെയും വിശദമായി മാറി മാറി ചോദ്യം ചെയ്തു. ഹരികുമാർ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് താൻ കൊലപ്പെടുത്തി, ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ചു എന്നൊരു ധാർഷ്ട്യത്തോടെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഇയാൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞത്. 2ഉം 3ഉം ഘട്ടങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കൂസലില്ലാതെ മറുപടി പറഞ്ഞു. എന്തിന് കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവരുടെ മൊബൈൽ ഫോൺ ചാറ്റുകളടക്കം വിശദമായി പരിശോധിച്ചു. അതിൽ നിന്നാണ് പോലീസിന് ചില സൂചനകളൊക്കെ കിട്ടിയത്. ആ സൂചനകളൊക്കെ ഇപ്പോൾ ഇഴകീറി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പ്രതിയെ നാളെ വൈകിട്ടോടെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. അതിനു മുമ്പ് തന്നെ ഒരു ഉത്തരം പോലീസ് നൽകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഹരികുമാർ മാത്രമാണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇവിടെ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞു. നാളെ രാവിലെ വീണ്ടും ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കും. എസ് കെ.